ഓൺലൈൻ ലോട്ടറി തട്ടിപ്പ് കേസിൽ നമ്മൾ അന്വേഷിക്കുന്ന മലയാളി ഇവനാണെന്ന് സംശയമുണ്ട് സാർ. എന്താ തന്റെ പേര്? ഓമനക്കുട്ടൻ. പറഞ്ഞു വിടൂ, ഇവനൊന്നും ആയിരിക്കില്ല. സാർ സാർ, ഇവൻ ഓമനക്കുട്ടനല്ല സാർ. ഇവൻ നമ്മൾ അന്വേഷിച്ചിട്ടുള്ള കേസിൽ എന്നെ ചീറ്റ് ചെയ്യാന്ന് അറിയാ നീ. ജെറി തോമസ്, നീ അതും കള്ളപ്പേരാണോടാ? അല്ല സർ, ജയിലിൽ നിന്നാണ് സാർ ഞാൻ വന്നത്. അവിടെ സാർ ഞാൻ വളർന്നതും ആ നശിച്ച പാസ്റ്റ് കാരണം സാർ ഞാൻ എനിക്ക് അങ്ങോട്ട് പോകണ്ട സാർ. അതുകൊണ്ടാണ് സാർ ഞാനിങ്ങനെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് രക്ഷപ്പെടാന്ന് കരുതണ്ട. നീ ആ ഓൺലൈൻ പോർട്ടൽ ഹാക്ക് ചെയ്തത് നീ തന്നെയല്ലേ? പ്ലീസ്, നിനക്കിതിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും ഊറിപ്പോകാൻ പറ്റില്ല. മീഡിയ അറ്റൻഷൻ ഇതുപോലെ കിട്ടിയ വേറൊരു കേസ് ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല. ഒരു 4-5 കൊല്ലം ജയിലിൽ പോയി കിടക്കാം. ബാക്ക് ടു ബർത്ത് പ്ലേസ്. തെറ്റ് തന്നെയാണ് ചെയ്തത്. രക്ഷിക്കണം. ഓമനക്കുട്ടൻ, എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഈ പേര്? കുറച്ച് സമയത്തേക്ക് നാനും വിശ്വസിച്ചു പോയി. ഉള്ളത് പറഞ്ഞാൽ നിന്റെ മുഖത്തിന് ചേരുന്ന അത് തന്നെയാണ് ഓമനക്കുട്ടൻ. ആരും വിശ്വസിച്ചു പോകും. ജെറി, ഒരു കാലത്തും ഈ കേസ് നിന്നിലേക്ക് എത്താതെ ക്ലോസ് ചെയ്യാൻ എനിക്ക് പറ്റും. പക്ഷെ ഞാനത് ചെയ്യണമെങ്കിൽ നീ ഒരിക്കൽ കൂടി ഓമനക്കുട്ടനാവണം. എന്നെ പറ്റിച്ച പോലെ നീ ഒരാളെ കൂടി പറ്റിക്കണം. എന്നെ വിട്ടേക്ക് സർ, ഇനി വയ്യ. ചന്ദ്രശേഖരനെ വേറോടെ പിഴുതെറിയാനുള്ള മുഴുവൻ ഡീറ്റെയിൽസും അന്ന് എനിക്ക് കിട്ടി. അന്ന് മുങ്ങിയ കള്ളൻ ചന്ദ്രനായി ഞാൻ അവനെ പൊക്കി. താഴെ സ്റ്റേഷനിൽ ഷട്ടിപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ അവനെ. ബട്ട് ജെറി അന്ന് മുതൽ മിസ്സിംഗ് ആയിരുന്നു. അവന് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം അവസാനിച്ചത് ഈ പത്രവാർത്തയിലും. അപ്പോ ഈ ഓമനക്കുട്ടൻ ഇറ്റ്സ് ജസ്റ്റ് എ ഫേക്ക് നെയിം. ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉണ്ട്. ഓക്കെ, ഈ ജെറി ഇപ്പോൾ എവിടെയുണ്ട്? പോലീസുകാരത്തല്ലേ? അത് പിന്നെ ഈ സാറ് പറഞ്ഞിട്ടല്ലേ. ഞാൻ വേണം ഈ സാറാണോ എനിക്ക് ശരിക്കും സാർ. സാർ, നമ്മളിത് എങ്ങോട്ടാ പോകുന്നു? എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. ആ, നിനക്ക് പോകേണ്ട സ്ഥലത്ത് തന്നെ ഞാൻ നിന്നെ എത്തിക്കാവിടാ.
സാർ എന്താ ചെയ്യണേ? സാർ എന്താ സ്റ്റേഷനിൽ? തൊഴാൻ വന്നതാ. എന്തേ? ഞാൻ എങ്ങനെയാ പോലീസ് സ്റ്റേഷനിൽ വന്നതെന്ന് നിനക്ക് അറിഞ്ഞൂടല്ലേ? അയ്യോ ഇല്ല സാർ, ഞാനെല്ലാം ഇല്ല, ഞാനിവിടെ 2-3 ദിവസം ഇല്ലായിരുന്നു. ഓ, സാർ നമുക്കിവരെ ഇവിടെ ഇറക്കി വിട്ടാലോ? വല്ല ബസ് പിടിച്ച് നോക്കുള്ളൂ. അവരവിടെ ഇരിക്കട്ടെ, നമുക്ക് അവരെ കൊണ്ട് ആവശ്യം വരും. അല്ല സാറ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ലല്ലോ, ബിസിനസ്സാണോ? ഞാനൊരു കഥ പറയാം. അതിന് പറ്റിയ സമയമാണല്ലോ. സാറ് സിനിമയിലാണോ? അതിന് സിനിമയിൽ എവിടെയാണ് ഉള്ള കഥ? സിനിമയിലെ ഇതൊക്കെ നടക്കൂ. ഞാൻ കഥ പറയാം. അത്ര വലിയ മാന്യനൊന്നും അല്ലെങ്കിലും എന്നാ അത്ര തൊട്ടിയോ അല്ലാത്ത ഒരു ബിസിനസ്സുകാരൻ മുതലാളിയാണ് ഈ കഥയിലെ ഹീറോ. പുള്ളി വളരെ കഷ്ടപ്പെട്ട് രാപകൽ അധ്വാനിച്ച് പോലീസിന്റെ ഇടിയും നാട്ടുകാരുടെ പ്രാക്കും ഒക്കെ സഹിച്ച് അദ്ദേഹത്തിന്റെ കമ്പനി 10 പേരെ അറിയുന്ന ഒരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ വലിയ അലമ്പൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആ കമ്പനിയിൽ പുതുതായ ഒരുത്തൻ ജോലിക്ക് ജോയിൻ ചെയ്തു. അവനെ കണ്ടാലൊരു അയ്യോ പാവൻ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ആളുകളെ ഫോൺ ചെയ്ത് പറ്റിക്കാൻ അവൻ ബഹും എടുക്കണായിരുന്നു. വെറും ഒരു മാസം, ഒരൊറ്റ മാസം കൊണ്ട് അവൻ ആ കമ്പനിയിലെ നമ്പർ 1 എംപ്ലോയി ആയി. ഈ പാവം മുതലാളി അവനെ ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു, ഇടയ്ക്കിടയ്ക്ക് ഓരോ അവാർഡും കൊടുത്തു. പിന്നെ ഒരു ദിവസം ഇവനൊരു പെണ്ണ് കേസിൽപ്പെട്ട് നാറിയപ്പോ വിളിച്ചുപദേശിച്ചു. എന്നിട്ടും അങ്ങനെ ഇരിക്കേ ഒരു ദിവസം പെട്ടെന്ന് ഇവനെ കാണാതെ ആർക്കും ഒരു പിടിയില്ല ഇവനെവിടെ പോയി. അതിന്റെ പിറ്റേ ദിവസം എന്താ റെയ്ഡ് എന്നും പറഞ്ഞ് പോലീസ് ഓഫീസിലേക്ക് കയറി വന്നു. അതുവരെ ഈ മുതലാളി രഹസ്യമാക്കി വെച്ചിരുന്ന പല രേഖകളും പോലീസിന്റെ കയ്യിലായി. പാവം മുതലാളി ഒരാഴ്ച പോലീസിന് പിടികൊടുക്കാതെയൊക്കെ മുങ്ങി നടന്നെങ്കിലും അവസാനം പോലീസിന്റെ വലയിൽ തന്നെ വീണു. അയ്യോ, ഇനി നിങ്ങൾ പറ, ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അയാളുടെ കൂടെ കഥ ഒരു സീൻ പോലും ഇല്ല. പക്ഷെ യൂത്തിന് ഇഷ്ടപ്പെടും. ആ മുങ്ങിയ എംപ്ലോയി പണി തന്നായിരിക്കും സാർ. എനിക്ക് ഉറപ്പാ അവൻ തന്നെ ഈ കഥയിലെ വില്ലൻ അല്ലേ? അതെ, അവൻ തന്നെ വില്ല. ആ മുതലാളി കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ പോലീസ് കൊണ്ടുപോയി. കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തിട്ട് അയാളുടെ ഭാര്യ അയാളെ ഇട്ടിച്ചു. കഷ്ടമാണ് അയാളുടെ കാര്യം. ഇതൊക്കെ പോരാഞ്ഞിട്ട് ആ മുതലാളിയെ നേരി കണ്ടപ്പോ അവൻ ഒന്നും അറിയാത്ത പോലെ കിടന്ന് പൊട്ടം കളിക്കുക. എന്നെ ശരിക്കും അറിയില്ല സാറേ, അതിന് എന്നോട് എന്തിനാ ചൂടാവുന്നേ? ഓക്കെ 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 ഈ കഥയിൽ ആ പാവം മുതലാളി ഞാനാണെന്ന് നിങ്ങൾ വിചാരിച്ചു. എന്നെ ചതിച്ചവനെ എന്റെ കയ്യിൽ കിട്ടിയ ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചും ചതിക്കണം സാറേ. അവന്റെ കമ്പനിയിൽ സാറ് ജോലിക്ക് കയറിയിട്ട് അവനെ തിരിച്ചും ചതിക്കണം. ശരി, ഓമനക്കുട്ടൻ പറ, ഞാൻ എന്ത് ചെയ്യണം? മിനിമം അവന്റെ കയ്യും കാലെങ്കിലും തല്ലുപിടിക്കും അല്ലേ? അവനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ? നല്ലതാ സാറേ. അത്രയ്ക്ക് വേണം? വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച എന്റെ ബിസിനസ്, എന്റെ സ്റ്റേറ്റസ്, എന്റെ ബാങ്ക് ബാലൻസ്, എന്റെ വീട്, എന്റെ ഭാര്യ എല്ലാം ഒരൊറ്റൊരുത്തം കാരണം തൊലഞ്ഞില്ലേ? അതെ, എന്നാലും നിങ്ങൾ ഈ കൊട്ടേഷൻ വർക്കൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാരല്ലേ? ഞാനൊരു വർക്ക് ഏൽപ്പിച്ചാൽ ചെയ്യാൻ പറ്റും. ബെസ്റ്റ്. സാറിന് വേറെ ആരും കിട്ടി? നീ അങ്ങനെ അങ്ങ് കൊച്ചാക്കല്ലേ. ഇവന്മാരെ കണ്ടാ വലിയ ലുക്കിൽ തന്നെ ഉള്ളൂ. സാറേ, ആരാള്? സാറിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? എടാ മണ്ട, ഇത് കഥയാണ്. കഥയിലെന്താ ഫോട്ടോ ഉണ്ടാകും? ഉണ്ടോ സാർ? ഫോട്ടോ ഉണ്ടോ? പോലീസിന്റെ ചാരനായിട്ട് കള്ളപ്പേരിൽ എന്റെ ഓഫീസിൽ കയറി പറ്റി കൂടെ നിന്ന് പണി നിന്നിട്ട് ഇപ്പൊ നാടകം കളിക്കണം.